ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഗുരുദ്വാരയിലെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഗുരുദ്വാര എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അതായത് നോർത്ത് ഇന്ത്യയിലുള്ള സിഖ് മതക്കാരുടെ ഒരു ടെമ്പിളാണ് കേട്ടോ ഗുരുദ്വാര എന്ന് പറയുന്നത്. ഇന്നൊരു വിശേഷപ്പെട്ട ദിവസം കൂടിയാണ് കേട്ടോ. എന്താന്ന് പറഞ്ഞാൽ സിഖ് മത സ്ഥാപകനായിട്ടുള്ള ഗുരുനാനാക്കിൻ്റെ ജന്മദിനം കൂടിയാണ് കേട്ടോ ഇന്ന്. രാവിലെ മുതൽ ഇവിടെ പ്രോഗ്രാംസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ എത്തിയത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇപ്പോൾ വൈകിട്ടാണ് കേട്ടോ എത്തിയത്. ഇപ്പോൾ ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ നേരമൊന്നും ഇവിടെ ഞങ്ങൾ നിൽക്കുന്നില്ല. അവരെ പ്രാർത്ഥന ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ചിറങ്ങും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഷാള് തലയിലിട്ടിട്ട് വേണം കേട്ടോ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ. അത് ജെൻസുകൾക്കും കുട്ടികൾക്കും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ സൈഡിൽ അവർ വെച്ചിട്ടുണ്ടായിരിക്കും ഒരു പാത്രത്തിൽ, ഇങ്ങനെ തലയിൽ കെട്ടുന്ന തുണി വെച്ചിട്ടുണ്ടായിരിക്കും. അത് കെട്ടിയിട്ട് വേണം അമ്പലത്തിൽ നമുക്ക് കയറാൻ. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇവിടെ ഒരുപാട് പരിപാടികളുണ്ട്. ലേഡീസിൻ്റെ ഡാൻസുകളുണ്ട്, കിഡ്സിൻ്റെ ഉണ്ട്, എല്ലാ പരിപാടികളുണ്ട്. അതുപോലെ ഫുഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നിൽക്കുന്നില്ല, കാരണം രാത്രി ആയതുകൊണ്ട് തണുപ്പ് കൂടുന്നുണ്ട്. മക്കൾക്കൊക്കെ ജലദോഷവും കഫക്കെട്ടും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും വരെ പ്രാർത്ഥനയ്ക്കൊന്ന് ജസ്റ്റ് കൂടിയിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ കണ്ട ഓരോരുത്തർ പ്രാർത്ഥിച്ചിട്ട് മെഴുകുതിരിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആച്ചുവിൻ്റെ നന്ദുട്ടീൻ്റെ വിചാരം എന്താ വെച്ചാൽ ഇത് നമ്മൾ ബർത്ത്ഡേക്കൊക്കെ കേക്ക് കട്ട് ചെയ്യാൻ സമയത്ത് മെഴുകുതിരി കുത്തിവയ്ക്കുമല്ലോ, അപ്പോൾ അത് ഊതാൻ വേണ്ടിയിട്ട് വെച്ചതാണെന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് അവർ ഊതട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടോന്നറിയില്ല. പക്ഷേ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പ്രോഗ്രാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.